എല്ലാവരെയും ഞെട്ടിച്ച് നയനയെയും ആദർശിനെയും സ്വീകരിച്ച് നവ്യ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, പത്തരമാറ്റിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ നയനയും ആദർശും വന്നു കഴിയുമ്പോൾ ഒട്ടുമിക്ക എല്ലാവരുടെയും നെറ്റി ചുളിക്കുന്നൊരു കാഴ്ചയാണ്. ജാനകിക്കോ മറ്റ് ആർക്കോ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. മുത്തശ്ശൻ ഇത്രയും ബിൽഡപ്പ് കൊടുത്തത് ഇവനായിരുന്നോ എന്ന് വരെ അഭി ചിന്തിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. മുത്തശ്ശൻ്റെ ഈ പ്രകടനമൊന്നും ഇതിൽ യാതൊരു വിലയില്ലാത്തതാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം മുത്തശ്ശനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെണ്ടകൊട്ടുകാരുടെ അടുത്ത് ചെണ്ട കൊട്ടാനായിട്ട് പറയുകയും അങ്ങനെ ആഘോഷത്തോടെ അവരെ അനന്തപുരിയിലേക്ക് കയറ്റാനായിട്ട് ഒരുങ്ങുന്ന ആ സമയം ജാനകി വലിയൊരു വെല്ലുവിളി നൽകുന്നുണ്ട്. ഇതേ സമയം ആരതി ഒഴിയാനായിട്ട് നമ്മുടെ ദേവയാനി മാത്രമേ ഉള്ളൂ. ദേവയാനി ഒഴിയണ്ടായി എന്ന് നമ്മുടെ മുത്തശ്ശൻ പറയുന്നു. വേറെ ആർക്കും ആരതി ഒഴിയാനായിട്ട് കഴിയില്ലേ എന്ന് ചോദിക്കുന്നു. ഇവിടെ നമ്മുടെ അനാമികയാണെങ്കിൽ, അനാമികാന്ന് ആര്, നമ്മുടെ ഇവളാണെങ്കിൽ അവന്തികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മാറി നിൽക്കുന്നുണ്ട്. കൂടാതെ അഭിയും ജലജയും നവ്യയും മാറി നിൽക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ജലജയും അഭിയും സന്തോഷിക്കുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, നവ്യ ഞങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് സംഭവിക്കുന്ന കാഴ്ച കാണാനായിട്ട് കഴിയും. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നവ്യ മുന്നോട്ട് വരികയും നയനയെയും ആദർശിനെയും കൈപിടിച്ച് അനന്തപുരിയിലേക്ക് കയറ്റുകയും ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാം. ഇതേ സമയമാണെങ്കിൽ അവന്തിക വരെ ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് ആദർശ് വരുന്നത് അവന്തികയ്ക്കൊന്നും ഇഷ്ടമല്ല. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാനും സാധിക്കുകയില്ല. മുത്തശ്ശനാണെങ്കിൽ ആദർശേട്ടനെ കൈവെള്ളയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദർശേട്ടനെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് വേണ്ടി തന്നെയാണ് എന്ന് അവന്തിക തിരിച്ചറിയുമ്പോൾ ഇനി അനിയുമായിട്ടുള്ള ബന്ധം തുടരണമോ എന്ന് ചിന്തിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. എന്തായാലും നവ്യയും അഭിയും തമ്മിൽ ചെറിയ ഒരു ഇടറൽ, ചെറിയൊരു ഗ്യാപ്പ് വരാനായിട്ട് തുടങ്ങുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. പ്രേക്ഷകരെ, കൂട്ടുകാരെ.